സോ ഓർഗനൈസേഷൻ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ വരുന്ന അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഡിസൈനാണ്. നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഒരു ഫോർമലി ഉള്ള ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസും അതുപോലെ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നതും ഇതൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഉണ്ട്, ആൻഡ് അതിൻ്റെ വേരിയസ് ടൈപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ഫിക്സ് ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാണ് എന്ത് ടൈപ്പ് സ്ട്രക്ചറാണ് നമുക്ക് ഈ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുക. ഇറ്റ് ഇൻവോൾവ് ദ ക്രിയേഷൻ ഓഫ് റോൾസ്, പ്രോസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ടു എൻഷുർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഗോൾ ക്യാൻ ബി റിയലൈസ്. നമ്മുടെ ഓർഗനൈസേഷന് പ്രീ ഡിറ്റർമിന് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ എന്താണോ അത് റിയലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓർഗനൈസേഷനിലുള്ള വേരിയസ് റോൾസ് നമ്മൾ അവിടെ ഓരോരുത്തരും ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിലും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ആസ് അവർ ഫങ്ഷൻ റോൾസ് ചെയ്യേണ്ടി വരും, അവരുടെ അതോറിറ്റി ഉള്ള റോൾസ് ചെയ്യേണ്ടി വരും, അങ്ങനെ വേരിയസ് റോൾസ് ഉണ്ടാകും. ആ റോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ ഡിഫറെൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്, ഓവറോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രോസസ്സ് ഇൻവോൾവ് ആണെന്നുള്ളത് സെറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഏത് രീതിയിലുള്ള സ്ട്രക്ചറാണ് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതർവൈസ് നമുക്കതിന് എങ്ങനെ പറയാം, ഇറ്റ് ഇൻവോൾവ് ദ അലൈനിങ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പ്രോസസ്, പീപ്പിൾ ആൻഡ് ടെക്നോളജി ടു ഇറ്റ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. എങ്ങനെയും പറയാം, നമുക്ക് ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഇൻവോൾവ് ആയിട്ട് വരുന്ന എല്ലാ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയും പ്രോസസ്സിനെയും പീപ്പിൾ ആൻഡ് ടെക്നോളജി ഇതിനെ നമ്മൾ അലൈൻ ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടോ അതൊക്കെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, ഇതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സൈസാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം, എത്രത്തോളം എംപ്ലോയീസ് നമ്മളുടെ ഒരു നമുക്ക് ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്, അത് നമ്മളുടെ ഒരു ഫാക്ടറാണ്. സൈസ് വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഇൻഫോർമൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓർ കംപ്ലീറ്റ്ലി ലൈൻ ഓഫ് അതോറിറ്റി മാത്രമാണെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതേസമയം സ്മോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് എംപ്ലോയീസിനെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ്ലി ഫോർമൽ അതോറിറ്റി മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊരു ടൈപ്പ് സ്ട്രക്ചറാണെന്ന് വരുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സൈസാണ്, വിച്ച് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു ആർ ടു ബി ഓർഗനൈസ്ഡ്. രണ്ടാമത്തത് എൻവയോൺമെൻ്റ് ആണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണോ അതിന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ടു ദി ഓർഗനൈസേഷൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാകും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. മാക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ എൻവയോൺമെൻറ്റും ഉണ്ട്. സോ ഇറ്റ് ഇൻക്ലൂഡ് ജനറൽ ആൻഡ് സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. ജനറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മാക്രോ എൻവയോൺമെൻറ്റ് ആണ്. നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ജനറൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, അതല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾ, അതല്ലെങ്കിൽ നമ്മളുടെ പ്രൈസ് ലെവൽ ചേഞ്ചസ് വരുന്നത്, ഓവറോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുന്നത്, ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ടുള്ള
മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള, കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ. നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരുപാട് ജനറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ടു ദ ഓർഗനൈസേഷൻ, നമ്മളുടെ ഓർഗനൈസേഷനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ സപ്ലയേഴ്സ്, നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഗവൺമെൻറ് ലോസ്, ഇതൊക്കെ നമ്മളുടെ സ്പെസിഫിക് എൻവയോൺമെൻറ്റാണ്. ഈ രണ്ട് എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇൻപുട്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഔട്ട്പുട്ട് ഈ എൻവയോൺമെൻറ്റിനെ തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ഏത് ടൈപ്പ് എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ ഫാക്ടർ ടെക്നോളജിയാണ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ ഓക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എത്രത്തോളമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോളജ്, മെഷീനറി, വർക്ക് പ്രൊസീജിയർ ആൻഡ് മെറ്റീരിയൽസ് വിച്ച് ട്രാൻസ്ഫോം ദ ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ നോളജ് ആയിരിക്കാം, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ആയിരിക്കാം, നമ്മുടെ വർക്ക് പ്രൊസീജിയേഴ്സ് ആയിരിക്കാം, ആൻഡ് അതുപോലെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കാം. ഇത് നമ്മൾ കുറച്ച് ഹൈ ടെക്നോളജി വേണ്ട ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അവിടെ കുറച്ചും കൂടി നമുക്ക് കൺട്രോൾ വേണ്ട ഒരു സ്ട്രക്ചർ ആയിരിക്കണം. അതെല്ലാം നമ്മൾ എംപ്ലോയീസിനെ നോക്കി, മീൻസ് മാൻ പവറാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവിടെ എംപ്ലോയീസിനെ കൂടുതലായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഹിസ്റ്ററി ആൻഡ് ഏജ് ഓഫ് ഓർഗനൈസേഷനാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രസൻറ്റ് സ്ട്രക്ചറിലെത്താൻ നമ്മൾ എത്രത്തോളം ഇതിനു മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഹിസ്റ്ററീൻ്റെ ഭാഗമായിട്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നേ ഉള്ള വർക്കിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വർക്കിലേക്ക്. പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. അതുപോലെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടാകും, കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ. അതല്ല ഒരു പ്രസൻറ്റ് ഓർഗനൈസേഷൻ, പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്യുപ്പൈ ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. അപ്പം അത് നമ്മളുടെ ഒരു ഫാക്ടറാണ്. ഇതിൻ്റെ ഹിസ്റ്ററി ആൻഡ് ഏജ് എന്ന് പറയുന്നത് എത്ര കാലമായിട്ട് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മളുടെ സ്ട്രക്ചറിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ദെൻ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആൻഡ് കസ്റ്റമർ സർവീസസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആർക്കാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് മാർക്കറ്റ് ഏത് രീതിയിലുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ചിലപ്പോൾ നമ്മളൊരു സ്പെസിഫിക് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ബേബി പ്രൊഡക്ട്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാകും. ചിലത് ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും സെല്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിൽ ചിലപ്പോൾ നമ്മൾ പുതിയ പുതിയ ബ്രാഞ്ചസ് തുടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ള പുതിയ ബ്രാഞ്ച് ഓഫീസസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, പുതിയ പുതിയ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ദെൻ അടുത്തൊന്നെന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഏരിയ, എത്രത്തോളം ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഒരു കൺട്രി മാത്രമാണോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസ് കവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലോക്കൽ ഏരിയ മാത്രമാണോ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണോ, ഇതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ സ്ട്രക്ചർ ഫിക്സ് ചെയ്യണം. നമ്മൾ ഒരു വലിയൊരു ഓർഗനൈസേഷണൽ ഏരിയ ആണ് കവർ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് അതിൻ്റെ യൂണിറ്റ്സ് തുടങ്ങേണ്ടി വരും. ഓക്കെ. അപ്പോൾ അത് നമ്മളുടെ ഒരു ഫാക്ടറാണ്, എത്രത്തോളം ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ദെൻ നമ്പർ ഓഫ് പ്രൊഫഷണൽസ് എംപ്ലോയിഡ് ആണ്. നമ്മൾ പ്രൊഫഷണൽസിനെ എത്രത്തോളം കൂട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് എക്സ്പെർട്ടൈസ് കൂട്ടാൻ കഴിയും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ടീം വർക്ക് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രൊഫഷണൽസിൻ്റെ എണ്ണം കൂട്ടുക വേണം. ദെൻ പ്രോസസ് യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷനാണ്. നമുക്ക് ഒന്നെങ്കിൽ മെഷീന് കൂടുതൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലേബേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ടൈപ്പ് പ്രൊഡക്റ്റാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോസസ്സ് ഫിക്സ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ലാസ്റ്റ് വൺ, പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ എന്ത് ഫിക്സ് ചെയ്താലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഏത് രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ മാനേജേഴ്സ് ഏത് രീതിയിലുള്ളതാണ്, ഇത് നമ്മുടെ ഡിസൈനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടറാണ്. കുറച്ച് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന മാനേജേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ളൊരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാം. അതല്ല, ലൂസ് കൺട്രോൾ ഉള്ള ഒരു ടൈപ്പ് ഓർഗനൈസേഷൻ മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വേരിയസ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ് നടത്തുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ പുതിയ ഓർഗനൈസേഷൻസ് ഈ ഒരു ഡിസൈനിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്, അതായത് റീസെൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, റീസെൻ്റായിട്ട് ഓർഗനൈസേഷൻ ഫോളോ ചെയ്തു വരുന്ന ഒരു പുതിയ മെത്തേഡ്സ് എന്തൊക്കെ ഡിസൈൻ ചെയ്യുന്നതിൽ അവർ ടെക്നിക്ക് എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇറ്റ് എംഫസൈസ് ദ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് കസ്റ്റമർ റെസ്പോൺസീവ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് കണ്ടംപററി ഡിസൈനിങ് നോക്കുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് ഇപ്പം ഓർഗനൈസേഷൻസ് ഫോക്കസ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ സ്പീഡ് ആൻഡ് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസീവിന് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഡിസൈനിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്സിനെയാണ് കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. It removed the departmental boundaries between employees and has them work on project together to pursue the business goal. ഡിപ്പാർട്ട്മെൻറ്റൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ബൗണ്ടറീസ് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കണ്ടംപററി സ്റ്റൈല് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് പ്രൊമോട്ട് ദി ഷെയറിങ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ് അക്രോസ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഷെയറിങ് ഓഫ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ്, അതാണ് അടുത്തൊരു അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടംപററി ഓർഗനൈസേഷണൽ ഡിസൈൻ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലൊരു 8 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8 ടൈപ്പ് സ്ട്രക്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് മാർക്കറ്റ് ഓർഗനൈസേഷൻ മെട്രിക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. നമ്മളിതിന് മുന്നേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കണ്ടംപററി സ്റ്റൈൽസിനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മെട്രിക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ കോർ കണ്ടൻറ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 ടൈപ്പ് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, പ്രൊജക്റ്റ് മാനേജറും ഫങ്ഷണൽ മാനേജറും. അതായത് നമ്മൾ നോർമലി ഒരു ഓർഗനൈസേഷനിൽ ഫങ്ഷൻ ചെയ്യുന്നത് അത് നമ്മളുടെ ഫങ്ഷണൽ റോളാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ടീമും കൂടെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് കഴിയുന്നത് വരെ ഈ പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ നോർമൽ ആക്ടിവിറ്റീസും ചെയ്യേണ്ടി വരും. എംപ്ലോയീസിൻ്റെ കേസാണെങ്കിൽ, മാനേജേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാനേജർ ഒരേ സമയം ഫങ്ഷണൽ അതോറിറ്റിയുള്ള മാനേജേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അതിൻ്റെ ചാർജുള്ള മാനേജേഴ്സും ഉണ്ടായിരിക്കും. അതാണ് ആദ്യത്തെ മെട്രിക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കോളം വൈസ് ആയിട്ട് ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസായിട്ട് ഡിഫറെൻറ്റ് മാനേജേഴ്സ് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് മെട്രിക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ക്രിയേറ്റ് ദ പ്രൊജക്റ്റ് ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ് എംപ്ലോയീസ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് എംപ്ലോയീസിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ഗ്രൂപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. ഓക്കെ, ദീസ് എംപ്ലോയീസ് മേ ഹാവ് 2 സൂപ്പർവൈസേഴ്സ്, എ പ്രൊജക്റ്റ് മാനേജർ ആൻഡ് എ ഫങ്ഷണൽ മാനേജർ. അപ്പോൾ ഒരേ സമയം ഇവർക്ക് പ്രൊജക്റ്റ് മാനേജർ പറയുന്നതും കേൾക്കേണ്ടി വരും, അതേസമയം ഇവരുടെ നോർമൽ ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഇവരുടെ ഫങ്ഷണൽ മാനേജർ പറയുന്ന റോളും കേൾക്കേണ്ടി വരും. ഓക്കെ, 2 മാനേജേഴ്സിൻ്റെ സൂപ്പർവിഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു.
It is temporary in nature and it is built around project or specific task to be done. ഒരു പ്രത്യേക പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്ര സമയത്തേക്കാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ടീം ഫോം ചെയ്യുന്നത്. ആ പീരീഡിലാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് മാനേജറും അതുപോലെ തന്നെ ഫങ്ഷണൽ മാനേജറും ഓർഡേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരിക. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ നോർമൽ ആക്ടിവിറ്റി, നമ്മൾ നോർമൽ എന്തിനു വേണ്ടിയിട്ടാണോ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് നല്ല ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലോട് കൂടിയ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ടീം ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. നമുക്ക് എന്തൊക്കെയാണോ പെട്ടെന്ന് മാർക്കറ്റിൽ ചേഞ്ചസ് വരുന്നത് അതിനനുസരിച്ച് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെയാണ് നമ്മൾ ഈ ഒരു ടീമിലേക്ക് എടുക്കുന്നത്. ആൻഡ് ഇറ്റ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് മാർക്കറ്റ്. ദെൻ ബെറ്റർ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിനായിട്ട് അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവർ തമ്മിലൊരു ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രെങ്തൻ ദെയർ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് കീപ്പിംഗ് ഫങ്ഷണൽ റോൾസ്. ഒരേ സമയം ഇവർ അവരുടെ നോർമൽ ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പ്രൊജക്റ്റും കൂടെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഫങ്ഷണൽ റോളും കൂടെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു മാനേജർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്ന കാര്യം എന്താണോ അത് ചെയ്തു തീർക്കാനുള്ള എല്ലാ സ്കിൽസും നമുക്കുണ്ടായിരിക്കും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ കൂടെ നമുക്കത് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടിയാണിത് തരുന്നത്. അതേസമയത്തിന് ഒരുപാട് ഡ്രോബാക്കും ഉണ്ട്. കൺഫ്യൂഷൻ എമംഗ് മാനേജേഴ്സ് ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജർക്കാണോ കൂടുതൽ അതോറിറ്റി ഉള്ളത് ഓർ ഫങ്ഷണൽ മാനേജർക്കാണോ കൂടുതൽ അതോറിറ്റി ഉള്ളത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ മെമ്പേഴ്സിനും വരാം. പ്രൊജക്റ്റ് മാനേജർ പറയുന്നത് കേൾക്കണോ അതല്ലെങ്കിൽ ഫങ്ഷണൽ മാനേജർ പറയുന്നതാണോ കേൾക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മളിതിൽ ഏത് റോളാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ടീം മെമ്പേഴ്സിനും വരാം. ദെൻ ഡിഫിക്കൽട്ട് ടു മെഷർ ദ എംപ്ലോയി പെർഫോമൻസ്. നമുക്ക് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇതിൽ ഏത് രീതിയിൽ മെഷർ ചെയ്യണം, അതായത് ഫങ്ഷണൽ മാനേജർ ഫിക്സ് ചെയ്തിരിക്കുന്ന രീതിയിൽ മെഷർ ചെയ്യണോ അതല്ലെങ്കിൽ നമ്മളുടെ നോർമൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിലുള്ള പെർഫോമൻസ് മെഷർ ചെയ്യണോ എന്നുള്ളൊരു ഡിഫിക്കൽട്ടി ഇൻ മെഷർമെൻറ്റ് വരാം. അതുപോലെ വർക്ക് ലോഡ്, ടീം മെമ്പേഴ്സിൻ്റെ വർക്ക് ലോഡും കൂടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് കഴിയുന്നത് വരെ അവരുടെ നോർമൽ വർക്കിങ്ങും ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രൊജക്റ്റും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ലോഡിനും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെട്രിക്സ് ഓർഗനൈസേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോർമൽ വർക്കിങ്ങിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ അസൈൻ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അത് ആ ഒരു നെയിമിലുള്ളതുപോലെ ഫ്ലാറ്റ് ആണ്. ദർ ഈസ് ഫ്യൂ ഓർ നോ ലെവൽസ് ഓഫ് മിഡിൽ മാനേജ്മെൻറ്റ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. അവിടെ നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ലൈൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കുന്ന പ്രോസസ്സാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ ചെയിൻ ഓഫ് കമാൻഡിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും ഇല്ല. ഡയറക്റ്റ് സുപ്പീരിയർ ടു സബോർഡിനേറ്റ് അല്ലെങ്കിൽ 1-2 ലെവൽസ് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെത്തേഡിനാണ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Number of people directly supervised by each manager is large and the number of people in the chain of command above one is small. അവിടെ പറയുന്നത് എന്താ, ഒരാൾ ഡയറക്റ്റ്ലി സൂപ്പർവൈസ് ചെയ്യേണ്ടി വരുന്ന, അതായത് ഒരു മാനേജർ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. കാരണം ഇതിന് താഴെയായിട്ട് ഡിഫറെൻറ്റ് സുപ്പീരിയേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ സൂപ്പർവൈസറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൂപ്പർവൈസർ തന്നെയാണ് എല്ലാ അതിന് താഴെ വരുന്ന എംപ്ലോയീസിനെയും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ചെയിൻ ഓഫ് കമാൻഡ്, നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ചെയിൻ ഓഫ് കമാൻഡ് എബവ് ഈസ് സ്മോൾ. അതെന്താ പറയുന്നത്, ഒരാൾ മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നു, അയാൾ അതിന് തൊട്ട് മുകളിൽ വരുന്ന ആളോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രീതിയിൽ
നമുക്ക് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കുറയുന്നു എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ലെവൽസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങും ക്വിക്കായിരിക്കും, ഫാസ്റ്റ് ആൻഡ് ക്ലിയറുമായിരിക്കും. ഓക്കെ, ദെൻ സബോർഡിനേറ്റ് ആണെങ്കിൽ ഫ്രീ ഫ്രം ക്ലോസ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ. ഒരു ഒറ്റ മാനേജറാണ് എല്ലാവരും കൂടെ കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും പേഴ്സണലി എടുത്ത് എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. ഒറ്റ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയും, അതിൻ്റെ ബേസിൽ എല്ലാവരും വർക്ക് ചെയ്യുക. അല്ലാത്ത എല്ലാവരും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ജോലിയെ കുറിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. അപ്പോൾ അത് അവർക്കൊരു ഫ്രീ വരുന്നുണ്ട് സബോർഡിനേറ്റിന്. ദെൻ ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ റൂട്ടീൻ ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്ടിവിറ്റീസ്. സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിനെ ഫിക്സ് ചെയ്തിട്ടേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പോസിബിളാണ്. അതായത് അത്രത്തോളം സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വരാത്ത അല്ലെങ്കിൽ വേണ്ടി വരാത്ത ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഫ്ലാറ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്യാവുന്നതാണ്. അതേസമയം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുക, ചാൻസസ് ഓഫ് ലൂസ് കൺട്രോളാണ്. നമ്മൾ ഒരാളെല്ലാവരെയും കൂടെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അവിടെ ലൂസ് കൺട്രോൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ കൺട്രോൾ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻഡിവിജ്വലി ഓരോ സബോർഡിനേറ്റിനെയും വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ദെൻ ഡിസിപ്ലിൻ കുറവായിരിക്കും. അതുപോലെ ടീം വർക്ക് പ്രോബ്ലം വരെ നമുക്ക് മാനേജ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീം വർക്കിനെ എഫക്റ്റ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ അത് കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ ഡിഫിക്കൾട്ടായിരിക്കും. ദെൻ ഇങ്ങനെ ഒരു സുപ്പീരിയർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ എഫിഷ്യൻ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കേണ്ടി വരും. അതല്ലാതെ പുതിയതായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും എല്ലാവരും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള രണ്ടെണ്ണം അതാണ്. ഈ ബാക്കി വരുന്ന ഒന്ന് ടീം സ്ട്രക്ചറാണ്. ടീം സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടീം ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ ആരോടൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റി ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ടീം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊജക്റ്റ് സ്ട്രക്ചർ ഉണ്ട്. പ്രൊജക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈച്ച് എംപ്ലോയി ബ്രിങ്സ് ഹിസ് ഓർ ഹെർ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ടു ദ ടീം. നമ്മളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ഇതിൽ നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മെട്രിക്സിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പ്രൊജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മളൊരു പ്രൊജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൊജക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ നോർമൽ ഫങ്ഷൻസ് ഒന്നും ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യേണ്ടി വരില്ല. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ പ്രൊജക്റ്റ് എൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെയാണ് പ്രൊജക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ നോർമലി ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിൻ്റെ ബേസിസിൽ ഒരേപോലത്തെ സ്കില്ല് വരുന്ന അല്ലെങ്കിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്ഷന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിങ്ങിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ദെൻ ഹോളോക്രസി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഓട്ടോണമസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതായത് എംപ്ലോയീസിന് അല്ലെങ്കിൽ സബോർഡിനേറ്റിന് ഫുൾ ഫ്രീഡമാണ്. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഹോളോക്രസി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇവിടെ കൺട്രോളോ അല്ലെങ്കിൽ സൂപ്പർവിഷനോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമ്മൾ ഒരു കാര്യം പറയുന്നു, അത് എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു തരുന്നു. ഓക്കെ, അതും പുതിയൊരു കണ്ടംപററി സ്റ്റൈലാണ്. ദെൻ ബൗണ്ടറി ലെസ് ഓർഗനൈസേഷൻ. ബൗണ്ടറി ലെസ് ആണ്, അതായത് അവിടെ ഒരു ബൗണ്ടറീസും ഇല്ല, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഓക്കെ, അവിടെ ഒരു ചെയിൻ ഓഫ് കമാൻഡോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനോ ഓർഗനൈസേഷണൽ ഹൈറാർക്കിയോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള എംപ്ലോയീസിനെ ചൂസ് ചെയ്യുന്നു. പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് കുറവായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എംപ്ലോയീസിനെ നോക്കുന്നു. ഈ രീതിയിലുള്ളതാണ് ബൗണ്ടറി ലെസ് ഓർഗനൈസേഷൻ.
പ്രത്യേകിച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ദ ലാസ്റ്റ് വൺ നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ മീൻസ് ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഫോർമൽ പ്ലസ് ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചറാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫോമിലാണ് നമ്മളിത് കീപ്പ് ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാവർക്കും എല്ലാ അതോറിറ്റിയും ഡീസെൻട്രലൈസ്ഡ് ഫോമിലാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവരും കൂടിയാണ് എടുക്കുന്നത്. എംപ്ലോയീസും അല്ലെങ്കിൽ സബോർഡിനേറ്റും സുപ്പീരിയേഴ്സും എല്ലാവരും കൂടിയാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഫോമിലാണ്. ബോട്ടം അപ്പ് ഫ്ലോ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റും കൂടി ചേർന്നിട്ടാണ് ഡിസിഷൻ ഇവിടെ എടുക്കുന്നത്, മുകളിലുള്ള ആൾക്കാർ മാത്രമല്ല. ദെൻ വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് താഴെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവരുടെ സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലിമിറ്റ്, കൺട്രോളിങ് ലിമിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഈ ഒരു ടൈപ്പിൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഫോർമൽ ഇപ്പോൾ കണ്ടംപററി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഓർഗനൈസിങ് ഡിസൈൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ് നമ്മളിത്ര 8 കാര്യങ്ങളായിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ.